ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അശ്വിൻ. ഗൈസ് നമ്മളിത് വീണ്ടും നാഗർകോവിലെ നമ്മുടെ റിലയൻസിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു കാര്യമില്ല, ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങാന്നേ ഉള്ളൂ. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കാൻ വെക്കുക, അത്രേ ഉള്ളൂ പരിപാടി. വേറെ സ്കീമൊന്നുമില്ല. നമുക്ക് ഞാൻ റൂമിലേക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണം. എല്ലാത്തിനും കൂടെ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ട് നൈസായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് റിലയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വൻ കൊള്ളയാണ് കിടക്കുന്നത്. ഇങ്ങനെ അറക്കും ഗൈസ്, ഭയങ്കര വിലയാണ് ഇവിടെ, മൊത്തം റേറ്റ്. എന്നാലും കഴിച്ച് ചുമ്മാ എങ്ങാണ്ട് സെൻസർ, ഇതൊക്കെ സെൻസർ ചെയ്ത് വേണം ഗൈസ്. ഇന്ന് മൊത്തം എല്ലാം സെൻസറിങ് ആയിരിക്കും. മറ്റേ ബീറ്റ് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ടീം അതുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. എന്തോ ചെയ്യാനാ, കൊറേ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്നും മേടിക്കണം ആഗ്രഹമുണ്ട്. കാച്ചിന്റെ ഗൈസ്. അയ്യോ, ചുമ്മാ കണ്ടിട്ട് നടക്കാം. ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. ഐസ്ക്രീം കഴിക്കാം. ഓ, ഐസ്ക്രീം കട ക്ലോസ് ആണ്. സാധനം ക്ലോസ് ആണ്. നൈസൊരു കടയായിരുന്നു. 15 രൂപയുടെ ഐസ്ക്രീം കണ്ടില്ലേ ചോട്ടാവിയും ഐസ്ക്രീം പിടിച്ചോണ്ടിരിക്കുന്നത്. Oh my god. കൊറേ നേരമായിട്ട് ഒന്ന് ഫോൺ വിളിക്കുന്നവരെ എന്തൊക്കെ സബ്സ്ക്രൈബർ പോയി. ഇത്ര നമ്മളിത് ഐസ്ക്രീമിന്റെ അവിടെ ഉണ്ട്. ഇവിടെ വേറെ സ്കീമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു പഴവില്ല. നമുക്ക് വേണ്ട റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തപ്പി നടക്കാം ഗൈസ്. വേറെ നമ്മുടെ സബ്സ്ക്രൈബർ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ സബ്സ്ക്രൈബറെ മീറ്റ് ചെയ്ത് അടുത്തതിന് സത്യമായ കള്ളം ഗൈസ്. ഇവിടെ വെച്ചാണ് നമ്മള് ആ ഒരു സ്ക്രിപ്റ്റ് നടത്തിയത്. ഇവിടെ വെച്ചാണ് ആ സ്ക്രിപ്റ്റ് നടത്തിയത്. ഇവിടെ വെച്ച് എന്താ പറയാ, ചോക്കോസിനാണോ 550? നിനക്ക് വേണോ കേട്ടാ? ഈ വെച്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിച്ച്. അവനാണ് ഇവിടുത്തെ ഇന്നത്തെ ഫുൾ ചെലവ് അവന്റെ. പറയാ നീ ഒന്നേ വൈറലായതാ. നമുക്ക് ഇതിനകത്ത് ഇല്ല കട്ട് ചെയ്തില്ല. നോ കട്ടിങ്. ഇവിടുന്ന് പോളിച്ച് പിടിക്കുമല്ലോ. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈശ്വരൂ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഒരു സാധനം അവന്റെ സന്തോഷം കണ്ടോ. നമുക്കിനി ബിസ്ക്കറ്റിന്റെ ഏരിയയിലേക്ക് പോകാം. ബിസ്ക്കറ്റിന്റെ ഏരിയയിലല്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ ഇറങ്ങാം. നേരെ ഇറങ്ങി ബിസ്ക്കറ്റ് കൊള്ളല്ലേ. അക്കമാരൊക്കെ നമ്മളെ നോക്കുക, വളരെ തുറച്ച് നോക്കുന്നത് ഗൈസ്. ഏതോ ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട്. ഇത്
ഇവിടെ ഇറങ്ങിട്ട് വാലന്റൈൻസ് ഡേ എടാ ഇതെടുത്ത് നമുക്ക് കുടിച്ചിട്ട് ഇവിടെ അങ്ങ് വെച്ചാലാ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. ഇത് കുടിച്ചിട്ടങ്ങ് വെക്ക, ഇവിടെ അങ്ങ് വെക്കാം. ക്യാമറ ഒന്നുമില്ല ഗൈസ്, പക്ഷെ ഇത് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. നമ്മൾ നീ കേട്ടിരിക്കും വേണ്ട. ഇത് റെഡ് ബുള്ളൊക്കെ കൊള്ളയാ, നൻകൊള്ളയാ. ലക്ഷ്മി പേര് കണ്ടറിയത്തില്ലേ? നല്ല ചാത്ത സാധനം. ചായ സാധനം മേടിക്കാൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച വരും. മാമിന്റെ കൊണ്ടുവരും. വളരെ തന്ത്രപരമായ നീക്കമാണ് ഗൈസ് അവൻ കാണിക്കുന്നത്. ഫോണ്ട മുതലാളി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഐസിയിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു. താണ്ടെ കടത്താനും സമ്മതിക്കത്തില്ല. പൊള്ളിയായിരുന്നു ഗൈസ്, നല്ല പൊള്ളി സാധനം. സൂപ്പർ സൂപ്പർ. ഇവനില്ലാതെ നമ്മൾ ഈ സ്പോട്ട് കണ്ടുപിടിക്കത്തില്ലായിരുന്നു ഗൈസ്. വെറുതെ നാഗർകോവിൽ വന്ന് ഇങ്ങനെ വെറുതെ കറങ്ങിയതിന്. പൊള്ളിയായിരുന്നു ഗൈസ്. ഇവിടെ വന്ന ഗൈസ് ഇതാണ് നമ്മളെ ബെസ്റ്റ് സ്വിമ്മിംഗ് പൂൾ എന്നും പറഞ്ഞ് വന്നതാണ് ഗൈസ്. നമ്മൾ തിരക്കി നല്ല സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുന്നു. ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ. അതെ, ഞാനും വൈഷ്ണവും കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി പിള്ളേരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് പിള്ളേരൊക്കെ നീന്തി കുളിക്കുന്നുണ്ടോ? രസമുണ്ട് ഗൈസ്, പിള്ളേരൊക്കെ നീന്തുന്നു. അപ്പം ഇതായിരുന്നു ഗൈസ്. ഇനി നേരെ ഇവിടെ എല്ലാം ഇന്ന് കറങ്ങി ഇവിടെ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നേരെ നമുക്ക് വേറെ വീട്ടിനൊക്കെ പോകാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ് നമ്മൾ വേണ്ടത് നമ്മൾ എന്താ നാഗർകോവിലുള്ള അണ്ണാ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കിട്ടില്ല ഒരു സ്വിമ്മിംഗ് പൂൾ. വെറും നമ്മുടെ അടുത്തൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു 100-150 രൂപയ്ക്കാവും. ഇവിടെ വെറും 65 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ്. അല്ല 60 രൂപ മാത്രമേ ഉള്ളൂ. കിട്ടില്ല പൂള്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നാൽ ഫാമിലിയുടെ കൂടെ വന്നാലും കിട്ടില്ലെന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൊരു പൂളാണ് ഗൈസ്. നിങ്ങൾ കണ്ടു നോക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗേൾസിനായിട്ട് ഒരു സെപ്പറേറ്റ് സ്ഥലം. ഇത് ഗേൾസിനല്ല, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയവർക്ക് പെൺപിള്ളേർക്ക് വേണ്ടി സെപ്പറേറ്റ് ടൈമുണ്ട്. അത് ഇവരുടെ പെൺപിള്ളേരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള തമിഴ്നാടില്ല. അപ്പം അങ്ങനെ വരത്തുള്ളൂ. കിട്ടില്ല പ്ലേസാണ് ഗൈസ്. നല്ല എന്താ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നല്ല അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലം, സ്ഥലം. ഞങ്ങൾക്കാണിങ്ങനെ അറിയത്തില്ല ഇതുപോലെ ഒരു സ്റ്റേഡിയമുള്ള കാര്യം. പക്ഷെ ഇവിടെ വന്നതിനപ്പുറം എന്താ പറയുക, കിട്ടില്ലനായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും ഇവിടെ. മനസ്സിലാവും. ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു കുറച്ച് കൂട്ടുകാരാണ് ഇവിടെ. ഇവരെ കണ്ട, ഇവരെയൊക്കെ നമുക്ക് ഇവിടെ വന്നതിന് ഇവിടുത്തെ തമിഴ് ചേട്ടന്മാർ കേട്ടോ. നമുക്കറിയത്തില്ല, മുൻപരിചയമൊന്നുമില്ല. ഇവിടെ വന്നതിന് ഇവിടെ ഒരു ബോൾ കിട്ടി. ബോളിൻ്റെ കൂടെ നമ്മൾ വോളിബോൾ കളിക്കാനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ തുടങ്ങാൻ കമ്പനിയായി. എന്താ പറയുക, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മളിവിടെ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നാഗർകോവിൽ കുറേ കടന്ന് കറങ്ങി. പക്ഷേ എന്താ പറയുക, ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഞാൻ കണ്ടില്ല ഗൈസ്. കിട്ടില്ല പ്ലേസ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നാഗർകോവിൽ വരുവാണെങ്കിൽ ഇവിടോട്ട് വരിക, 65 രൂപ എടുക്കുക, ഇവിടെ ചാടുക, അത്രേ ഉള്ളൂ. കിട്ടില്ലം പിള്ളേരുണ്ട്. കിട്ടില്ലം പിള്ളേർ വേണ്ട. ഇവിടുത്തെ നമ്മളെ ചേട്ടന്മാരാ, നമ്മുടെ വോളിബോൾ കളിച്ച ചേട്ടന്മാരൊക്കെ. പൊള്ളി സ്ഥലം.
പൊള്ളി അണ്ണന്മാരാണ് guys. ഒരു ഹായ് Guys, chill. Vaishnav, guys. പേറി കുനിച്ചിരുത്തി കൂമിനടി Artificial na. Yes, FIS. ഫോളോവേഴ്സ് ഒന്നും കിടക്കാൻ തുടങ്ങിയതേ ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തിരിക്കുന്നു ഗൈസ്. ഫോളോ ചെയ്തിരിക്കുക. അണ്ണാ പേരെന്തായിരുന്നു? പേര് അദീൻ. നമ്മൾ അഭിപ്രായം പരിചയപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ നഗരത്തിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഇത് ഇവിടെ കിടിഞ്ഞുമായിട്ട് പരിചരിക്കുന്ന നല്ല പിള്ളേർക്ക്. അവര് വരുമോ എന്തോ. കിട്ടില്ല കേട്ടോ. നൈസാണ് പിള്ളേര്. നമുക്കൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങിയാണ് ഗൈസ്. അതെ, കഴിച്ചിട്ടിറങ്ങി ഗൈസ്. കിട്ടി ഗൈസ്. 40 രൂപയാണ് പൊറോട്ട കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങിയാണ് ഗൈസ്. ഫുഡ് സൂപ്പറാണ് ഗൈസ്. സൂപ്പർ മീൻസ് പക്കാ ഫുഡ്. ഹോട്ടലിന്റെ പേര് കാണുന്നില്ല, കിട്ടില്ല. എന്താണ് ഇറാനി ഫുഡാണ് സൂപ്പറാണ്. പക്ക മീൻസ് പക്ക ഫുഡ്. പൊളിയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാനായിട്ട് സൂപ്പർ ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. അടിപൊളിയാണ്. നല്ല പൊളിപ്പം ഫുഡായിരുന്നു ഗൈസ്. നല്ല 30 രൂപയുടെ പൊറോട്ടയും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കോളേജിൽ പോയി കയറണം ഗൈസ്. അതാണ് കോളേജിൽ പോവാൻ പയ്യന്മാർക്ക് വിഷമമുണ്ട് ഗൈസ്. അത് പോയിട്ട് ഒരു പരിപാടിയൊന്നും ഇല്ല. അതെ, പോയിട്ട് ഒന്ന് നിന്നിട്ട് കിടന്ന് ഉറങ്ങാം. അയ്യോ, നല്ല പൊളിപ്പം ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഏതോ ഒരു കോളനിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ നമ്മളങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റീവ്, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയും സ്റ്റീവ്. സൂപ്പർ. അതെ, ഇവന്മാരുടെ കൂടെ വന്നത് പൊളിയാണ് ഗൈസ്. പൊളി. നമ്മുടെ ദേവി നേരെ അപ്പുറത്തൊരു കടയുണ്ട്. നല്ല പൊള്ളിപ്പൻ ഇഡ്ഡലും പൂച്ചയുടെ അടാ അശ്വിനൊക്കെ അന്ന് കഴിച്ചത്. നല്ല പൊള്ളിപ്പൻ സ്ഥലം കേട്ടോ. പൊളിയാണ്, നൈസാണ്, പൊളിയാണ് ഗൈസ്. അതാണ് നമ്മുടെ സിസ്റ്ററിന്റെ പേര്. പോസ്റ്റ് അടിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളവിടെ സിസ്റ്റർ
വീടായിരുന്നു കഴിച്ചത്. നല്ല അരുമയാണ്. സിസ്റ്റർ ബോയിലായിരുന്നു. എങ്കിലും തരം മാത്രമേ അടുത്തുള്ളൂ. ഒന്നും നടക്കത്തില്ല. മാത്രമേ പുറകിരുന്ന് നല്ല കോൺട്രാക്ട് ഉണ്ട് അവന്മാര്. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെ അങ്ങനെ നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല കിട്ടില്ല ട്രിപ്പ് ആയിരുന്നു കേട്ടാ. നല്ലൊരു ഒട്ടിക്ക് ഒന്നും പറയാനിട്ടില്ല. നല്ല പുള്ളിപ്പം സാധനം. ആ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ പുളിയായിരുന്നു ഗൈസ്, പുളിയായിരുന്നു. എന്താ പറയാനാ, നല്ല പുളപ്പനായിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 1 മണിക്കൂർ 2 മണിക്കൂർ അടുത്ത് നമ്മളവിടെ നിന്നു. എന്നാലും അത് കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. അണ്ണേ കുറെ സ്റ്റേഡിയം തപ്പി ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് സിനിമ കാണാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് അതും നടന്നില്ല. എന്തോ പറയാ, കൊള്ളായിരുന്നു. ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഇജാതി ഫുഡ്. നമ്മുടെ ഹോസ്റ്റലിലെ ഫുഡ് ഓക്കെ, നമുക്ക് നല്ല സെറ്റ് ഫുഡാണ്. പക്ഷേ നമുക്ക് വേറെ ഹോസ്റ്റലിലുള്ള ഫുഡ് പോലെ അല്ല ഇവിടുത്തെ ഫുഡ്. നല്ല പക്ക ക്വാളിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷേ വെളിയിൽ നിന്ന് പൊറോട്ട കഴിച്ചപ്പോൾ എന്തോ നമ്മുടെ നമ്മൾ കേരളത്തിന് കഴിക്കുന്ന പൊറോട്ടയില്ല ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതുപോലൊരു കറിയും എനിക്ക് കിട്ടില്ലായിട്ട് ഇഷ്ടപ്പെട്ടത്. ചെറിയ പൊറോട്ട, എൻ്റെ കൈയുടെ അത്രേ ഉള്ളൂ പൊറോട്ട, ഇത്രയേ ഉള്ളൂ പൊറോട്ട. പക്ഷെ പൊളപ്പൻ ഐറ്റമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടിക്കൻ ഐറ്റം. ഇതോ പറയാനാ. അതും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് എവിടെ നമ്മൾ തിരിച്ച് റിലയൻസിന് അവിടെ തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നേരെ കയറിങ്ങി വന്നു. ഇങ്ങോട്ട് വരാൻ നേരത്തെ സിൽവർ സിസ്റ്റർ വന്നു. നമ്മളതെന്ന് വെച്ചാൽ അത് പെമ്പിള്ളാറുടെ വാർഡനാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് അല്ല, പുള്ളിക്കാരി സെറ്റാ വൈബ് പുള്ളിക്കാരിയാ. പെമ്പിള്ളാരുടെ അടുത്തോട്ടല്ല നമ്മുടെ അടുത്ത്. എൻ്റെ അടുത്ത് സെറ്റായിട്ടാ പുള്ളിക്കാരി ഇരിക്കുന്നത് വൈബ്. പുള്ളിക്കാരി നമ്മളോട് ബസ്സിലുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആ ചെടി എടുത്ത് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പുള്ളിയാണ് ഇപ്പൊ റൂമിൽ വന്നിറങ്ങി കെട്ടക്കെട്ട് ഞാൻ അവനവിടെ ചത്ത്. അപ്പൊ ഗൈസ് ഞാനപ്പോ പോവാണ്. ഇപ്പൊ തന്നെ കുറെ സമയമായി. ഇപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയതാ. രാവിലെ ഒരു 8 മണി 8:30 എങ്ങോട്ടായി ഇറങ്ങിയതാ. ഇറങ്ങി ഇപ്പോഴാണ് ആ ഹോസ്റ്റലിൽ വന്ന് കയറുന്നത്. ഇപ്പം സമയം നോക്കട്ടെ 5:47. പൊളിയാണ് ഗൈസ്. ഇപ്പോഴാണ് വന്ന് കയറുന്നത്. കൊള്ളാം, നൈസായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൂടെ വന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്വിമ്മിംഗ് പൂളില് കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. തമിഴ് ചേട്ടന്മാർ കൂടെ കളിച്ച് ഇത്രേ ഉള്ളു ഗൈസ് നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ഒന്നെങ്കിൽ എപ്പോഴേലൊക്കെ ഔട്ടിങ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്, ഇടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സ് അങ്ങ് പറയാൻ ഞാൻ നൈസായിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ പോയേനെ. ഓക്കെ, നൈസായിട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. പിന്നെന്തുവാ പിന്നൊന്നുമില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഞാനപ്പം ബൈ പറയുന്നു. ഓക്കെ ബൈ, ഇറ്റ്സ് മീ ആഷിഫിഷി. ബൈ ഗൈസ്. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഐസിയിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു. താണ്ടേ
കടത്താനും സമ്മതിക്കത്തില്ല ഇവന്മാര്. കൈവടഞ്ഞ് കിടക്കുന്ന ആ പാവം എന്നെ കാണാനായിട്ട് അവനങ്ങ് ഇത് കണ്ട ഈ വാർഡ് വിത്തന്മാര് കൈയടക്കിയിരിക്കുന്നു ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? മാരെല്ലാം കൈയടക്കി ഗൈസ്. ഞാൻ കിടക്കേണ്ട അടുത്ത് പറയാതെ ഇവനെ വന്നപ്പോ കുറച്ച് ഓർമ്മിപ്പിക്കുന്ന കൊണ്ടുവരാൻ വയ്യ. രണ്ട് ബാഗ് ആറൊന്നും മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നു ബാക്കിൽ ബാക്കിൽ. ഹലോ ഗൈസ്. ഈ സാധനം എങ്ങനെ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അത് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എല്ലാം കറങ്ങി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് കിടന്ന് ഉറങ്ങി ഗൈസ്. കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൈ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ആകുന്നുണ്ട്. ഈ ഫീൽ ചെയ്ത് പയ്യെ ഞാൻ കണ്ടു തുറന്നപ്പോഴത്തേക്കും സാധനം പോയി. ഇത് ഊരിപ്പോയി, ഷോൾഡർ ഊരിപ്പോയി. അവിടെ നിന്ന് ഞാൻ അലറി കൂവി അങ്ങ് എഴുന്നേറ്റ്. പിള്ളേരെല്ലാം അങ്ങ് എഴുന്നേറ്റ് കുമാരെല്ലാം കൂടെ എന്നെ പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേയും എടുത്ത് ഡോക്ടറും വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴത്തേക്കും ഈ കൈ ജോയിൻ്റ് ഇല്ലേ, ഈ ജോയിൻ്റ് ഒരുപാട് താഴെ ഇറങ്ങി. എക്സ്റേ എൻ്റെ ഇപ്പം ഇല്ല, എവിടെയോ ആണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിയേറ്ററിൽ കയറ്റി സാധനം പിടിച്ചിട്ട് അനസ്തേഷ്യ തന്ന് പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ SIC കയറി. ICU ഇരുന്ന് അവിടെ ഇങ്ങനെ അവിടെ കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ റൂമിൽ വന്നിരിക്കടാ. അയ്യോ, ഇതായിരുന്നു ഈ സംഭവിച്ചത് ഗൈസ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ലൊക്കേറ്റ് ആവുന്നവരൊക്കെ ശ്രദ്ധിക്കുക. സാധാരണ ഇങ്ങനെയാണ്, ഒരു വട്ടം പോയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എന്നാലും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. ഇങ്ങനെ പ്രശ്നമുള്ളവർ ലൈറ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടങ്ങ് പറഞ്ഞു. ഓക്കെ ഗൈസ്, ബൈ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.